നമുക്ക് എല്ലാവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ മുട്ട കൊണ്ടാണ്. മുട്ടയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഈ മുട്ട കഴിക്കാത്തവരായി നമ്മളിൽ ആരാ ഉള്ളത്? ആരുമില്ല അല്ലേ? എല്ലാവരും ചിലപ്പോൾ ഇന്ന് രാവിലെ മുട്ട കഴിച്ചവരുണ്ടാവാം, ഇന്നലെ കഴിച്ചവരുണ്ടാവാം. മുട്ട എന്നല്ല, മുട്ട എന്ന് പറയാം. നമ്മളവിടെയൊക്കെ മുട്ട എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ നാട്ടുകാരൊക്കെ മുട്ട മോയാണ് അവിടെ കൊടുക്കുന്നത്. എന്തുമാവട്ടെ, പല നാട്ടിലും പലതുമാണല്ലോ പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുട്ട കഴിക്കാത്തവരായി നമ്മളിൽ ആരുമില്ല, എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും അല്ലേ? കോഴിമുട്ടയുണ്ട്, താറാവ് മുട്ടയുണ്ട്, കാടമുട്ടയുണ്ട്, പിന്നെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട, അതുമൊക്കെ കഴിച്ചവർ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ടാകും. നമ്മുടെയൊക്കെ നാടുകളിൽ എന്നല്ല, എല്ലാ നാടുകളിലും ലോകത്തെമ്പാടും സുലഭമായി കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് മുട്ട എന്നുള്ളത്. പിന്നെ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ മുട്ട നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? വിവിധ തരത്തിലുള്ള ഒരുപാട് വിഭവങ്ങൾ ഈ മുട്ട ചേർത്ത് നമ്മൾ കഴിക്കാറുണ്ട്, മുട്ട ചേർത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ മുട്ടയും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്ന കേക്ക് അല്ലേ? ഇപ്പം ഇന്നത്തെ കേക്കുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കുകൾ, അത് ഈ മുട്ടയും പഞ്ചസാരയും ഒക്കെ അടിച്ച് ചേർത്തുണ്ടാക്കുന്നതാണ്. അതൊന്നും ഒരുപാട് കഴിക്കാതിരിക്കലാണ് നല്ലത്. പറയുന്ന എനിക്കൊക്കെ ഇഷ്ടമാണ്, നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഈ മുട്ടയും പഞ്ചസാരയും ചേർത്ത് ഇളക്കി ഉണ്ടാക്കുന്ന വിഭവം അത് അമിതമായാൽ എല്ലാം പ്രശ്നമാണ്. പക്ഷെ അത് അമിതമായില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് വലിയ കേടാണ് എന്നുള്ള ആദ്യത്തെ ഒരു മെസ്സേജ് എൻ്റെ ഉമ്മമാർക്കും ഒപ്പമാർക്കും പറഞ്ഞു തരുകയാണ്. എന്തുമാവട്ടെ, പണ്ടൊക്കെ ഈ മുട്ടയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇന്നത്തെ തലമുറക്ക് അറിയാത്ത ഈ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരുമ്പോൾ, പണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തലമുറയല്ല, നമ്മളുടെക്കാൾ മുകളിലുള്ള തലമുറ, ഒരു 10, 25 അല്ലെങ്കിൽ 30, 35 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം അപ്പുറമൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ, എന്തുമാവട്ടെ. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഈ അതിഥിക്ക് അന്നൊക്കെ എപ്പോഴും കട്ടൻ ചായയാണ് കൊടുക്കാറ് അല്ലേ? ബ്ലാക്ക് ടീ. അപ്പോൾ ഈ പാൽച്ചായ കൊടുക്കാൻ ഏതെങ്കിലും വീടുകളിൽ പാല് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതെ വരും. പക്ഷെ ആ സമയത്ത് ഈ ചില കാരണവന്മാർ, ചില നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്ക് പണിയുണ്ട്. ഈ മുട്ട വെച്ച് ചെയ്യുന്ന ഒരു ട്രിക്ക് പണിയുണ്ട്. എന്തെന്നറിയോ? അതായത് നല്ല ചൂട് കട്ടൻ ചായ, അതായത് ഒരു പാത്രത്തിലേക്ക് ഈ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കും. എന്നിട്ട് നല്ലവണ്ണം കലക്കും, നല്ലവണ്ണം ആ മഞ്ഞക്കുരുവും അതുപോലെ തന്നെ വെള്ളയൊക്കെ അത് നല്ലവണ്ണം മിക്സ് ആക്കും. എന്നിട്ട് അതിലേക്ക് നല്ല ചൂട് കട്ടൻ ചായ ഒഴിക്കും. എന്നിട്ട് നല്ലവണ്ണം ഇളക്കും. എന്നിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ കറക്റ്റ് പാൽച്ചായ പോലെയാണ്. എന്നിട്ട് ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് കൊടുക്കുന്ന ഒരു വിഭവം. ഇന്ന് നമ്മളത് കാണാറില്ല, അത് കുടിക്കാറില്ല. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന വയസ്സായ ആളുകൾ, നിങ്ങളൊക്കെ ഒരു പക്ഷേ അത് കുടിച്ചിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ നാടുകളിൽ അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. പല നാടുകളിലും ചിലപ്പോൾ പല രൂപമായിരിക്കാം. ഈ മുട്ടയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ മുട്ട എന്നുള്ളത്. ഈ മുട്ടയെപ്പറ്റി പറയുമ്പോൾ ഒരു